ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വ്ളോഗ്സ് ബൈ മീനു. അപ്പം ഇതിൽ ഞാൻ വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ആകെ കാണുന്നത് 10, 40, 50 പേരാണ്. ആ കാണുന്നതിൽ എൻ്റെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും അല്ലാത്തവരായിട്ട് വേറെ പുറത്തുനിന്ന് ആരും ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതിന് മാത്രമൊന്നും ഞാൻ ആയില്ലല്ലോ. പുതിയതായിട്ട് എൻ്റെ വ്ളോഗ്സ് കാണുന്നവർക്കുണ്ടെങ്കിൽ ഹലോ ഗൈസ്, നമസ്കാരം. എൻ്റെ പേര് മീനു. ഞാനൊരു ആയുർവേദ ഇൻറ്റേൺ ആണ്. രാവിലെ തുടങ്ങിയ വ്ളോഗാണ്. പക്ഷേ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞത് ഈ മൈക്ക് യൂസ് ചെയ്തിട്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഇത് ഓൺ അല്ലായിരുന്നു. സോ ഞാൻ രാവിലെ പറഞ്ഞ ഇൻട്രൊഡക്ഷൻസ് ഒന്നും അതിൽ വന്നിട്ടില്ല. സോ ഇപ്പം ഞാൻ എടുക്കുന്ന ഇൻട്രൊഡക്ഷൻ ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ പിന്നെ എടുക്കുന്നതാണ്. ഞാൻ എപ്പോഴാണ് അത് മുന്നത്തേത് റെക്കോർഡായത് നോക്കിയത്. എന്ത് പറ്റി എന്നെനിക്കറിയില്ല. അല്ല, നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, അതുകൊണ്ട് എനിക്കിന്ന് ഓഫ് കിട്ടി. അല്ലെങ്കിൽ എനിക്കിന്ന് വർക്കിംഗ് സൺഡേ ആയിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാലോ ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ. ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് പുതിയതായിട്ടായാലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കുന്നതൊക്കെ മംഗലാപുരത്താണ് ഗൈസ്. നമ്മുടെ മംഗലാപുരം. ഇവിടെ പറഞ്ഞാൽ മാംഗ്ലൂർ, കുടല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പം ഞാനിത് ഫുൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട് വരുന്നത്. ഇനി കാണാൻ നിങ്ങൾ പോകുന്നത് ഞാൻ എങ്ങനെയൊക്കെ വൃത്തിയാക്കി ക്ലീൻ ആക്കി എന്നുള്ളതാണ്. കുറച്ച് നാളായി വ്ളോഗൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഗൈസ്. ഐ വിൽ ട്രൈ ടു ഡു എവറി ഡേ. ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്നോട് കുറച്ച് പേര് ചോദിക്കാറുണ്ട്, ഈ പുറത്തുനിന്നുള്ള ആരും അല്ല, എൻ്റെ വീട്ടിലും കൂട്ടാരിലുള്ള കുറേ പേര് അരഞ്ചേട്ടൻ ചോദിക്കാറുണ്ട്, അക്കിച്ചേട്ടൻ ചോദിക്കാറുണ്ട്, ഇവിടെ എൻ്റെ ഫ്രണ്ട് ക്ഷമ, അങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട്, എന്താ ഈ വ്ളോഗൊന്നും ചെയ്യാത്തെ? അങ്ങനെ ചോദിക്കുന്നവർക്ക് നന്ദി. 3-4 പേരാണെങ്കിലും എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. സോ ഞാൻ ഓർത്തു ചെയ്യാം. എനിക്ക് വ്ളോഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ തുടങ്ങിയ പരിപാടി. ഹായ് ഗൈസ്, വ്ളോഗ് സാരി, ഒരു കാര്യം മറന്നുപോയി. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. അപ്പം ഇത് കാണുന്ന എൻ്റെ അച്ഛനും ലോകമെമ്പാടുമുള്ള എല്ലാ അച്ഛന്മാർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. എനിക്ക് അച്ഛന് ഹാപ്പി ഫാദേഴ്സ് ഡേ പറയാനുണ്ട്. സെയിം ഇതിൽ എനിക്ക് ചേട്ടായിക്കും പറയാനുണ്ട്. നിങ്ങൾ ചോദിക്കും ബ്രദറിന് എന്തിനാണ് ഫാദേഴ്സ് ഡേ എന്ന്. പക്ഷെ അവൻ എനിക്ക് എൻ്റെ അച്ഛനെ പോലാണ്. ആ പന്നി എൻ്റെ അച്ഛൻ എന്നെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്ത്, എങ്ങനെയൊക്കെ അടിച്ച്, എങ്ങനെയൊക്കെ എന്നെ വളർത്തുന്നു, അതുപോലെ എന്നെ ഇവനെ വളർത്തിയിട്ടുണ്ട്. അപ്പൊ ഇവനും കൊടുക്കണ്ടേ ആ പേര്. അതുകൊണ്ട് അച്ഛനും ഫാദേഴ്സ് ഡേ, ഹാപ്പി ഫാദേഴ്സ് ഡേ. ആൻഡ് മൈ ബ്രോഡാഡി ഓൾസോ ഫാദേഴ്സ് ഡേ. ആൻഡ് ഹീസ് ഓൾസോ ഗോയിങ്. ഞാൻ പറയണ്ടല്ലേ, അത് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഇത് കാണുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയും, കൊച്ചി അത് മൊത്തം പാടിയെടുത്തില്ലായിരുന്നോ? അമ്മ എനിക്കത്ര അറിയത്തുള്ളൂ. അങ്ങനെ 4 മണിയായപ്പോൾ എനിക്ക് ചായയും കൊണ്ട് വന്നാണ്. താഴത്തെ വീട്ടിലെ 2 പീസ്. ഹായ് ചിഞ്ചു. ഹായ് ഹായ്. കാണിക്കാൻ പറ്റൂല. എന്തേ ചാർജ് പീറ്റിയോ? ഓക്കെ ഗൈസ്, അപ്പം 4 മണിയായി. ഹീറ്റായി. ചേസ്. വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈപോഡ് മേടിച്ചു, മൈക്ക് മേടിച്ചു, എല്ലാം മേടിച്ചു, ലൈറ്റും എല്ലാം മേടിച്ചു. ഞാൻ മേടിച്ചല്ല കേട്ടോ, ഇതെല്ലാം എനിക്ക് ഓരോരുത്തർ ചേട്ടായി റിങ് മേടിച്ചു. പിന്നെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എനിക്ക് ട്രൈപോഡും മൈക്കും ഒക്കെ മേടിച്ചു തന്നു, ഗിഫ്റ്റ് ചെയ്തു എൻ്റെ ബർത്ത്ഡേക്ക്. ബട്ട് still I was not able to, not able എന്നല്ല, I was not putting any effort to take any reel or vlog or anything interesting. And പിന്നെ എനിക്ക്
കുറച്ച് ആയുർവേദം റിലേറ്റഡ് വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. ഞാനത് മുന്നോട്ട് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ. പക്ഷേ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. നമ്മൾ അതിലോട്ട് തന്നെ നല്ലപോലെ എഫേർട്ട് ഇടണം. അല്ല അങ്ങനെയാണെന്ന് എനിക്കറിയാം. പക്ഷേ വിചാരിച്ചാലും ഇച്ചിരി നല്ല പോലെ പണി ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് കഴിച്ചിട്ട് പിന്നെ ഓക്കെ ബൈ ബൈ. ഹായ് ഗൈസ്. അപ്പം ഇപ്പം പഠിത്തവും ചായ കുടിയും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. ഇവിടെ നല്ല മഴ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കണം. സോ ഞാനൊരു അവിൽ മിൽക്ക് മേടിച്ചു കുടിക്കാം. ഇനിയിപ്പോൾ കണ്ടന്റ് വേണമല്ലോ, കണ്ടന്റും വേണം, എനിക്ക് വിശപ്പ് അടങ്ങണം. അപ്പം ഞാൻ അവിൽ മിൽക്ക് മേടിച്ചു. വിശന്നോ ചോദിച്ചാൽ ചെറുതായിട്ട്. വിശപ്പല്ലായിരുന്നു, വിശപ്പല്ല ഉണ്ണി വിന്നയാണ് അമ്മ പറയുന്നത് കിടക്കണം. അപ്പോൾ ഗൈസ് പഠിത്തവും പരിപാടിയും എല്ലാം കഴിഞ്ഞു. സൺഡേയുടെ ലാസ്റ്റ് സമയമായിട്ടുണ്ട്. അതിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സ്കിൻ കെയർ ഇല്ലാത്ത എന്ത് ഡേ ഇൻ മൈ ലൈഫ് അല്ലേ? ഓക്കെ അപ്പോൾ ഇതിപ്പോൾ മൊത്തത്തിലെടുത്ത് വന്ന എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് എല്ലാം ഒന്നുമില്ല, കുറച്ച് മാത്രം. നമ്മൾ അത്ര വലിയ സെലിബ്രിറ്റി ഒന്നുമില്ലല്ലോ എടുക്കാനും മാത്രം. ഇനി പറ്റുന്ന പോലെ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. സൺഡേ ഞാൻ ചെയ്ത കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇല്ലാവാണ്ടിരിക്കാം. മൈക്ക് കണക്ട് ചെയ്യും. ഫേസ് വാഷ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റില്ല. കാണിക്കുന്നത് തന്നെ ഫേസ് വാഷ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഞാൻ എലമെൻറ്റ്സ് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. അത് വിട്ടിട്ടൊരു കളിയില്ല. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ചില ദിവസം ഞാൻ നാൽപ്പാമരാതി ഓയിൽ തേച്ചിട്ട് പയറുപൊടി വെച്ച് കഴുകി കളഞ്ഞ് പിന്നെ ഞാൻ കുങ്കുമത്തേലിടും. ഇന്നിപ്പം നാൽപ്പാമരാതി തേക്കാൻ മടിയാണ്. കാരണം നാൽപ്പാമരാതി തേച്ച പിന്നെ ഞാൻ പയറുപൊടി ഇട്ട് തേച്ച് പിന്നെ അത് കഴുകി കളഞ്ഞ്. നാൽപ്പാമരാതി മാത്രമല്ല, നാൽപ്പാമരാതി പ്ലസ് ഏലാതി മിക്സാണ്. സ്കിൻ കെയർ നല്ല, ടാൻ റിമൂവൽ നല്ല. മെയിൻലി നമ്മൾ വേറെ കുറേ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യലുണ്ട്, ഞാൻ പുറകെ പറയാം. ഓക്കെ, അപ്പം ഞാൻ കുങ്കുമാതി തൈല അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ പെട്ടെന്ന് കിടന്നുറങ്ങാം. ഇത് ഞാൻ നാഗാർജുനയുടെ ആട്ടോ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് കണ്ണിങ്ങനെ മസാജ് ചെയ്യണം, സർക്കുലേഷൻ കൂടും. ബാക്കിയൊന്നും ഞാൻ പറഞ്ഞു തരികയില്ല. ഞാൻ ഫേസ് യോഗയുടെ ക്ലാസ്സസ് തുടങ്ങണം എന്നുണ്ട്. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യും, പറഞ്ഞുതരാം. ചുമ്മാ അല്ല, അങ്ങനെ പറഞ്ഞുതരാൻ പറ്റുമോ? ഇങ്ങനെ ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്ത സന്തോഷത്തിൽ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പൂടെ പറയാം. എൻ്റെ വീഡിയോ കണ്ടിട്ട് വെറുതെ വീഡിയോ കണ്ടു പോയിന്ന് മാത്രം വേണ്ട. നമ്മൾ ഈ വല്യമ്മമാരൊക്കെ, എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയൊക്കെ രാവിലെ എണീറ്റ് വെള്ളം കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അമ്മച്ചിക്ക് എന്നാ പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല താനും. എന്നുവെച്ചാൽ ഡൈജസ്റ്റീവായിട്ട് വേറെ ഗ്യാസ് വരുന്നു, ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല. അതെന്തുകൊണ്ടാണെന്ന് പറയാം. നമ്മൾ രാത്രി തലേ ദിവസം പല്ല് തേച്ചിട്ടൊക്കെ കിടക്കണം. രാത്രി പല്ല് തേച്ചതിന് ശേഷം നമ്മൾ കിടന്നതിന് ശേഷം രാവിലെ എണീക്കുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കണം. അതായത് സൺറൈസിന് 45 മിനിറ്റ്സ് മുന്നേ, സൂര്യൻ ഉദിക്കുന്നതിന് 45 മിനിറ്റ് മുന്നേ. എന്നിട്ട് നമ്മൾ പല്ല് തേക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം, അത് ചെറു ചൂടുവെള്ളം കുടിക്കണം എന്നാണ് പറയാം. എന്തെങ്കിലും വയറ്റിലെന്തെങ്കിലും മറ്റു പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ നല്ലൊരു കാര്യമാണ്. ഇത് നമ്മൾ ആയുർവേദത്തിൽ ഉഷ്ണജലപാന എന്ന് പറയും. ദിനചര്യ എന്ന കോൺസെപ്റ്റിൻ്റെ അണ്ടറിൽ, അതായത് ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട ചര്യ, അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതാണ് ദിനചര്യ. അതിൻ്റെ കോൺസെപ്റ്റിൻ്റെ അണ്ടറിൽ ഇത് പറയുന്നുണ്ട്, എന്ത്? ഉഷ്ണജലപാന. സോ ദിസ് ഇസ് വൺ ടിപ്പ് ഫോർ യു ഗൈസ്. ഒരു ടിപ്പ് കിട്ടിയില്ലേ? അപ്പോൾ ഇനി അടുത്ത വീഡിയോയും കാണണം. ലാസ്റ്റ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്പ് പറയുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.